Experience. കുറച്ചുകൂടെ ചെറിയ ബോർഡ് മേടിക്കണോ? ഇത് ഭയങ്കര സ്ഥലമായി പോയി. നോക്കിയമ്മ ഒരു ബോർഡ് ഇതിലെങ്ങനെ കളിക്കും? ബോർഡിന്റെ വലിപ്പമല്ല, ഇത് കരുക്കളുടെ നീക്കം, അത് ശ്രദ്ധിച്ചോണം. അമ്മ നോക്കമ്മ ഒരു ബോർഡ് മേടിക്കാൻ പറഞ്ഞപ്പം ഇതിന്റെ അകത്ത് ഇത് നീക്കാനുള്ള സ്ഥലം പോലും ഇല്ല. ഓ കളിക്ക്. എന്റെ കളി ശ്രദ്ധിക്കുക. അതായത് നമുക്ക് ഒരാൾക്ക് പൈസ മേടിച്ചിട്ട് കൊടുക്കാതെ അയാൾ കാണാതെ എങ്ങനെ രക്ഷപ്പെടാം, അതൊക്കെ ഇതിനകത്തൂടെ മനസ്സിലാക്കാൻ പറ്റും. അയ്യോ എനിക്ക് മനസ്സിലാക്കണ്ടേ. ആ പിള്ളേരുടെ അടുത്ത് കള്ളക്കളി കളിക്കുന്നില്ല, ഇവളുടെ അടുത്ത് നടക്കത്തില്ലേ? ശരിയാ, ഈ രണ്ടു പിള്ളേരടുത്ത് കള്ളക്കളി നടക്കത്തില്ല. കാര്യം പുലോകളുടെ ക്ലീറ്റസ് വത്തയുടെ മക്കളാണല്ലോ. അത് വേണ്ട, എന്റെ പിള്ളേർക്ക് എല്ലാം കണക്ക്. അത് ഉരുണ്ടുരുണ്ട് നടക്കണല്ലോ. ഇതെങ്ങനെ ഇവിടെ എത്തിയത്? 1 2 3 4 റൊണാൾഡോങ്കിലേ ഇങ്ങനെ കേട്ടോ വരേണ്ട, ഇങ്ങനെ കറങ്ങിയാ വരേണ്ട. ഈ കളിക്കാൻ സുഹൃത്തെ, ഈ പച്ചക്കകത്തൂടെ നീങ്ങണ്ട. ഞാൻ ഇങ്ങനെ ചോപ്പനകത്ത് കയറും. ഒക്കെ അറിയത്തില്ല, ഇയാൾ എന്നോട് പോയി. ഞാൻ പറഞ്ഞില്ല തലച്ചോറില്ല. പോട്ടെ. അതിനൊരു താല്പര്യമില്ല. സാറ് ഫോൺ ബെല്ലടിക്കുന്നല്ലോ. എന്റെ ഒന്ന് നോക്കിയാ ചേച്ചാരാന്ന്. ദിനേശ് സാർ. ദിനേശ് സാറാ? ചേച്ചി നമ്മുടെ കുടുംബശ്രീയിലെ ദിനേശ് സാറ്. സാറെന്തിനാ എന്നെ വിളിക്കണത്? കറക്റ്റ്. എന്ത്? നീ എന്തെങ്കിലും കണക്ക് എഴുതി കൊടുത്ത് തെറ്റിപ്പോയിട്ടുണ്ടാവും. ഒന്ന് പോടുന്നു. ഞാൻ അത് തന്നെ, അല്ലെങ്കിൽ അയാൾ എന്തിനാ വിളിക്കുന്നത്? ഇത്ര പേടിക്കണേ? പൊന്നോ, അതൊരു കടുവയാ. കടുവേ? ആ, ജില്ലാ കുടുംബശ്രീ മിഷൻ കോർഡിനേറ്റർ. അയാൾ എന്തിനാ പേടിക്കേണ്ട കാര്യം എന്താ? ഭയങ്കര സാധനം. ബുള്ളറ്റിൽ ഇങ്ങനെ പടപടപടാന്ന് ചിരിക്കില്ല. ഒരു മനുഷ്യപ്പറ്റില്ലാത്തൊരു മനുഷ്യൻ. എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് അയാൾ വിളിക്കുന്നത്. കണക്ക് നോക്കും. എന്തെങ്കിലും ഒരു ചെറിയ കണക്കിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഒരു കുടുക്കത ഇങ്ങനെ ഇട്ടിട്ട് പടമെന്ന് പറഞ്ഞൊരു വലിയ വിളിക്കണേ ചേച്ചി. പിന്നെ പിന്നെ ഒന്നും പറയുന്നുണ്ട്. ഓ, എനിക്കൊന്നും അറിയാൻ പാടില്ല. മിണ്ടല്ലേ. ഹലോ. ആ സാർ, കേട്ടില്ല, അടുക്കളയിലായിരുന്നു. അല്ല, വീട്ടിലാ. ആണോ? അയ്യോ ഭയങ്കര സന്തോഷമായി പോയല്ല. എന്നായിരിക്കും സാറേ? ഓ പിന്നെ വരും. ആ, എല്ലാരും വരും. ആ, പിന്നെ പറയാം. ഇത് തങ്ക ചേച്ചി ഇവിടെ ഉണ്ട്, എന്റെ അടുത്തുണ്ട്. എന്നെ വലിയ കാര്യം സാറിന്. ഓ ശരി സാറേ. ഓ ശരി. ഓക്കെ ശരി. താങ്ക് യു. 2024-25 എല്ലാ കുടുംബശ്രീകളിലും വെച്ചേ ഏറ്റവും നല്ല സെക്രട്ടറി ആയിട്ട് എന്നെ തെരഞ്ഞെടുത്തു. അടിപൊളി. ആഘോഷിക്കണം. ആ, ചെലവുണ്ട്. പിന്നെ ചെലവുണ്ടെന്നാ? എന്നാ കുറെ കുടുംബശ്രീകളില്ലേ? പിന്നെ എത്ര വർഷം കുടുംബശ്രീ സെക്രട്ടറി ആയിട്ടിരുന്നു? ഇതുവരെ കയ്യടി പോയിട്ട് ഒരു എന്തെങ്കിലും ഒരു പേപ്പർ മേടിക്കാൻ പറ്റുമോ? അങ്ങനെയല്ല, ഇപ്പൊ നമുക്ക് കിട്ടിയല്ലോ അവാർഡ്. നമുക്കല്ല, 1ാം സ്ഥാനം ലില്ലിപ്പണ്ണ് മേടിച്ചോണ്ട് വന്നേ. ഞാൻ എന്തായാലും റോസ്മേരി വിളിച്ചിട്ട് അവിടെ ഏരിയയിൽ എല്ലാവർക്കും ലഡു മേടിച്ചു കൊടുക്കാൻ പറയാം. വലിയ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, അവിടെ വെച്ചാണ് മൊമെന്റ്. എല്ലാരും കൂട്ടി ചെല്ലണോ? ഫ്രണ്ട് പേജ് വരും. നിനക്ക് എങ്ങനെ കിട്ടും? ഷോക്കിലാണോ മാമിക്ക് കിട്ടിയതിന്റെ? ഞാൻ ഷോക്ക് അടിക്കണേ. പിന്നെ മുഖത്താ ഇതുവരെ നിന്ന് ചിരിയൊക്കെ മാറി കാർമേഘം പോലെ ആയല്ലോ. നമുക്ക് പോണം കേട്ടോ ചേച്ചി, എല്ലാവരും പോണം. അമ്മയോട് പറയട്ടെ. അമ്മേ, സത്യം അത് തന്നെ. ഇതുവരെ ചിരിച്ചോണ്ടിരുന്ന മുഖം കാർമേഘം വന്ന് കറുത്തല്ലോ. എന്ത് ഷോക്ക്? ഒരു ഷോക്കും ഇല്ല, ഇഷ്ടപ്പെട്ടില്ല. അത് തന്നെ. ശകലം പോലും കുശുമുണ്ടായിട്ടില്ല. കുശുമ്പൊന്നും ഇല്ലാതെ അമ്മ വേറെ എന്താ ചുമ്മാ എഴുതപ്പുറം എന്താലോചിക്കാൻ പിടിച്ചില്ല. അത് തന്നെ. കരിയിട്. എന്റെ പൊന്നോ, ഇത്രക്ക് അസൂയുള്ളൊരു സ്ത്രീനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, സത്യമായിട്ടും കണ്ടിട്ടില്ല. അസൂയല്ല ലില്ലി. അയ്യോ, എന്റെ അവകാശത്തിനെ പറ്റിയാ ഞാൻ പറയണേ. എന്താ അവകാശം ഉണ്ടായിരുന്ന ആ സാറ് തങ്കഞ്ഞേട്ടത്തിയല്ലേ വിളിക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെ വിളിക്കാത്ത പക്ഷം യാതൊരു അവകാശമില്ല. ഇതിപ്പോ എന്നല്ലേ വിളിച്ചത്, അപ്പൊ എനിക്കല്ലേ അവകാശം? ആണ്. ചിന്തിക്ക്. അവള് പറയട്ടെ. അതെങ്ങനെ? എന്നെ പറയാൻ ആരും അനുവദിക്കൂല.
ഞാൻ ഈ പറയണത് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാവണുണ്ടോ? ഇപ്പൊ എന്തിന് ഈ അതായത് ഇവള് ഞാനായിരുന്നല്ലോ ആദ്യത്തെ സെക്രട്ടറി അല്ലേ? ഞാൻ 8 മാസം ഞാൻ ഭരിച്ചു. അതിനുശേഷമാണ് ഇവള് വന്നത്. എന്റെ പൊന്നേച്ചി, അത് സ്വാഭാവികമാണ്. പുതിയ സെക്രട്ടറി വരും, മറ്റേ സെക്രട്ടറിയുടെ സ്ഥാനം ഒഴിയും, അതൊക്കെ അങ്ങനെയല്ലേ. പക്ഷെ ഞാനും കൂടി ഉൾപ്പെട്ട സമയത്തിനല്ലേ ഇപ്പൊ നിനക്ക് ഇത് അംഗീകാരം കിട്ടാൻ പോണത് അല്ലേ? അപ്പൊ അതെന്റെ അവകാശമല്ലേ? ഇവള് 4 ഞാൻ 8 മാസം ഭരിച്ചു. ഞാൻ ഭരിച്ച അല്ലാന്ന് ഇവൻ പറയട്ടെ, നീ പറ. അതെ, അതിനകത്ത് എനിക്ക് അവകാശമില്ലേ? ഞാൻ പറഞ്ഞ ഭാഷ ഇത് വെച്ച് നോക്കുന്ന സമയത്ത് നിന്റെ ഭരണകാലത്തുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. വെച്ച് നോക്കുമ്പോ നീ പറയുന്നതിനകത്ത് ന്യായമുണ്ട്. ഒരു കാര്യം പറയട്ടെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 4 മാസം ഞാൻ ഭരിച്ചില്ലേ? അപ്പൊ ഞാൻ നടത്തിയൊന്നും മികവുറ്റ പ്രവർത്തനങ്ങളല്ലേ? ആണല്ലോ, അതുകൊണ്ടല്ലോ അവാർഡ് മേടിക്കാൻ വേണ്ടിട്ട് സാറ് ദിലീപനെ വിളിച്ചത്. അത് മനസ്സിലാക്ക്. ഞാൻ വെട്ടിത്തെളിച്ച വഴി കൂടിയാണ് ഇവള് ചവിട്ടി മെതിച്ച് പിന്നെ വന്നത്. ഫസ്റ്റ് ആ വഴി കല്ലും മുള്ളും കാടും നിറഞ്ഞായിരുന്നു. അതിൽ കൂടെ എങ്ങാനും ഞാൻ പോയിരുന്നെങ്കിൽ ഞാൻ വേദനിച്ച് പെടഞ്ഞ് ചത്തേനെ. എന്റെ വഴി കല്ലും മുള്ളും നിറഞ്ഞതാണോ എന്നുള്ളത് അതിനുള്ള ജീവിക്കുന്ന തെളിവ് അതീ കാണുന്നത്. ജീവിക്കുന്ന തെളിവ് നോക്ക്. എന്നിട്ട് നീ പറ. എനിക്കിതാരെയും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ എന്റെ അവകാശമാണ് ഇപ്പൊ ഇവള് അനുഭവിക്കാൻ പോണത്. അതൊന്ന് ഓർമ്മപ്പെടുത്തിയതാ. എന്റെ ഏട്ടൻ മികവുറ്റ പ്രവർത്തനമൊക്കെ ആണെങ്കിൽ ചേച്ചിനെ എടുത്ത് മാറ്റുവോ? പുതിയ ആളെ വെക്കുവോ? അങ്ങനെ ഒന്ന് ചിന്തിക്ക്. ഞാനൊരു കാര്യം പറയട്ടെ, ഇത് കുടുംബശ്രീയുടെ പ്രശ്നമാണ്. നിങ്ങൾ കുടുംബശ്രീയിൽ ചേരാൻ പോകുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുടുംബശ്രീയിലെ പ്രശ്നങ്ങൾ കുടുംബശ്രീ തീർക്കണം. അത് നമ്മുടെ കുടുംബത്തോട് ഇവിടുത്തെ സ്ത്രീത്വം നശിപ്പിക്കരുത്. അതുകൊണ്ട് ഇതിന്റെ കൃത്യമായ ഒരു തീരുമാനം എടുക്കേണ്ടതും മറുപടി പറയേണ്ടത് ആരാണമ്മ? കുടുംബശ്രീക്കാരാണ്. ആണല്ലോ? കുടുംബശ്രീക്കാർ തീരുമാനിക്കട്ടെ. എന്നെ വിട്ടേക്കൂ. എനിക്ക് മനസ്സമാനത്തോടെ ഇവിടെ ജീവിക്കാം. ശരി, അല്ല പോവല്ലേ. ഒരു കാര്യം, നീ വന്നേ പഠിക്കാനും കാണാം. ആ കൈതാ, ഈ ചങ്കത്ത് കൈവച്ച് നീ പറ, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന്. നീയോ അവളോ? ഞാൻ. ചേച്ചി ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ചേച്ചി ചെയ്തിട്ടുണ്ട്. പക്ഷെ ചേച്ചിനെ കറിവേപ്പില പോലെ അവരെ എടുത്ത് കളഞ്ഞു, പുതിയ ആളെ വെച്ചു. ആ ആൾക്കാണ് കിട്ടിയിരിക്കുന്നത്. അർഹത അവിടെ വരും. പോയത് പോയി ചേച്ചി, ഇനി കിടന്ന് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. അർഹത ഉണ്ടായിരുന്നെങ്കിൽ വിളിക്കും. അങ്ങനല്ലേ അർഹതയുടെ അല്ല. എന്റെ അധ്വാനത്തിന് ഒരു വിലയില്ലാതാക്കി കളഞ്ഞു ചേച്ചി. അയ്യോ, തങ്കം എന്തിനിങ്ങനെ കരയണത്? ലില്ലി അതിന് എത്ര നാളായി വന്നിട്ട്? 4 മാസമല്ലേ ആയുള്ളൂ. അതിനു മുമ്പേ തങ്കമല്ലേ സെക്രട്ടറി ആയിട്ടിരുന്നത്? പിന്നെ എന്തിനു ആവശ്യമില്ലാതെ കളയണത്? ഞങ്ങൾക്ക് തങ്കം മുമ്പ് പ്രവർത്തിച്ചിരുന്ന പോലെയൊന്നും ലില്ലി ഒന്നും പ്രവർത്തിച്ചിട്ടില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ തങ്കം. അയ്യോ, എന്തൊരു ഇതായിരുന്നു. വിഷമിക്കല്ലേ മോളെ, നീ എന്തിനാ ഇങ്ങനെ കരയണത് ആവശ്യമില്ലാതെ? നിങ്ങൾ അതൊക്കെ അവരെല്ലാം മറന്നു. ഇപ്പൊ അവിടെ ആഘോഷമാണ്. അയ്യോ, നീ വിഷമിക്കണ്ട, ഞങ്ങളെല്ലാവരും ഉണ്ടല്ലേ? നമ്മളെല്ലാവരും ഇല്ലേ? പിന്നെ എന്തിനു വിഷമിക്കണത്? ഞങ്ങൾ നോക്ക്, കുടുംബശ്രീയിലെ എല്ലാ പെണ്ണുങ്ങളും തങ്കത്തിന്റെ കൂടെയാണ്. ഞങ്ങൾക്ക് തങ്കത്തിനെ തന്നെയാണ് ഇഷ്ടം, ലില്ലിയെ ഇഷ്ടമില്ല. തങ്കം വിഷമിക്കരുത്. അതൊക്കെ പോട്ട്. തങ്കം ഒരു കാര്യം ചെയ്യും, 2 കരിക്ക് വാങ്ങിട്ട്. കരിക്ക് വേണം. കരിക്ക് വേണം. ബൈ. 2 കരിക്ക് ദോ. ഇതിപ്പോ എന്താന്നറിയോ, നമുക്ക് ഇപ്പൊ എല്ലാവർക്കും അറിയാം. ഇപ്പൊ സാറുമാരൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാം എന്നെയാ, ഞാനാണ് നന്നായിട്ട് പ്രവർത്തിച്ചേക്കണേന്ന്. പക്ഷെ എന്താന്ന് വെച്ചാൽ സാറുമാർക്ക് അറിയാൻ പാടില്ലല്ലോ. ഏത് സാറുമാർക്ക്? അല്ല, ഇതൊക്കെ തീരുമാനിക്കണ സാറുമാരില്ലേ, അവർക്കൊന്നും അറിയില്ലല്ലോ. അവരിപ്പോ ഇന്നിപ്പോ രാവിലെ ആ കാട്ടുമാക്കാനില്ലേ ആ ദിനേശ് സാറ്, ആ ദിനേശ് സാറ് ലില്ലിനെ വിളിച്ചോണ്ട് അവരൊക്കെ വിചാരിച്ചിരിക്കുന്ന ലില്ലി എല്ലാം ചെയ്യണേ. അയ്യോ, അതിന് തങ്കം, അതിന് നമുക്ക് സാറുമാരടുത്ത് പോയി പറയാം. ഞങ്ങൾ എല്ലാവരും ഉണ്ട്, ഞങ്ങൾ കൂടെ വരാം. പറഞ്ഞാ പോരെ? പക്ഷെ അയാളൊരു മനുഷ്യപ്പറ്റില്ലാത്തതായി ദിനേശ്. തങ്കം വേറൊരു സാറുണ്ടല്ലോ, ജയചന്ദ്ര സാറ്, അതറിഞ്ഞൂടെ? അങ്ങേരടുത്ത് പോവാം. അങ്ങേരടുത്ത് പോയാൽ കാര്യങ്ങൾ നടക്കും. ഒരു കാര്യം ചെയ്യും, നീ വിളി, ജയചന്ദ്ര സാറിനെ വിളിക്കും. നിന്റെ നമ്പരില്ലേ, വിളിക്ക്. ഞങ്ങളൊക്കെ ഉണ്ട്. വിളിച്ചിട്ട് ഞാൻ എന്നാ കാര്യം പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഫോൺ ഞങ്ങൾ പറയാം, നീ വിളി.
ഹലോ ഹലോ ജയേന്ദ്രൻ സാറല്ലേ? സാറേ തങ്കവാ, തങ്കം ക്ലീറ്റസ്. ആ തിരക്കിലാണോ സാറേ? എനിക്കൊരു സങ്കടം പറയാനുണ്ടായിരുന്നു സാറേ. നമ്മുടെ കുടുംബശ്രീയിൽ ഞാനായിരുന്നു സാറേ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഞാനായിരുന്നു സെക്രട്ടറി. ഇപ്പം 3-4 മാസം ആയുള്ളൂ. എൻ്റെ അനിയത്തി ഉണ്ടല്ലോ, അവൾ 3-4 മാസമായിട്ട് ഇപ്പം അവളാണ് സെക്രട്ടറി. പക്ഷെ എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തു വെച്ചതും പ്രവർത്തിച്ചതും എല്ലാം ചെയ്തത് ഞാനായിരുന്നു സാറേ. ഇപ്പം ഇവള് വന്നിട്ടാണെങ്കിൽ എല്ലാം നമ്മളോട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അവൾ ചെയ്യുന്നത്. എനിക്കങ്ങോട്ടേ നമ്മൾ ഇത്രയും നാളും അതിനു വേണ്ടി മരിച്ചു നിന്നിട്ട് എനിക്കൊരു അംഗീകാരം തരാതെ അത് ഇങ്ങനെ ലില്ലി കൊടുക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര മനപ്രയാസമാണ്. ഞാൻ ആലോചിക്കായിരുന്നേ, ഈ മികച്ച കലാകാരികൾക്ക് സർക്കാരിൻ്റെ ഫെലോഷിപ്പുകളും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. അത് ഭയങ്കര പവറുള്ള സാധനമാണ്. അതാകുമ്പോൾ 4 ആൾ അറിയുമ്പോഴും സന്തോഷമുള്ള കാര്യമാണ്. നല്ല 10 എടുത്ത് പറയാനൊരു സുഖമുണ്ട്. നിനക്ക് അതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തൂടെ? നമുക്കൊന്ന് അന്വേഷിച്ചാലോ? അങ്ങനൊരു ആപ്ലിക്കേഷൻ കൊടുത്തു. നല്ലതാ. അതെങ്ങനെ അപേക്ഷിക്കണം? വളഞ്ഞ വഴിക്ക് അപേക്ഷിക്കണോ? അത് ഏട്ടൻ പറഞ്ഞ പോലെ ഇത് തങ്കത്തിന് അർഹതപ്പെട്ടതാണ്, നല്ല സെക്രട്ടറിയുടെ സ്ഥാനം, അത് അവൾക്ക് അങ്ങ് ആ മൊമെൻ്റ് അങ്ങ് കൊടുത്തേക്ക് എന്ന് സ്ട്രെയിറ്റ് ആയിട്ട് അപേക്ഷിക്കണം? എങ്ങനെ അപേക്ഷിക്കണം? അത് പറഞ്ഞിട്ട് ഉറങ്ങിയാൽ മതി. എങ്ങനെ അപേക്ഷിക്കണം പറ. ഞാൻ ഉറങ്ങുമല്ലായിരുന്നു, ഏട്ടൻ എന്നെ വിളിച്ചുണർത്തിയതല്ലേ. ഏട്ടൻ പറഞ്ഞിട്ട് ഉറങ്ങിയാൽ മതി. എഴുന്നേക്ക് പറ. ഏട്ടന് നാണമില്ലല്ലോ ഏട്ടാ. സ്വന്തം ഭാര്യനെ തഴഞ്ഞിട്ട് പെങ്ങളെ പൊക്കി പിടിക്കാനായിട്ട് എന്റെ സ്ഥിരം പരിപാടിയായത്. എടി അങ്ങനെയൊന്നും അല്ല. പിന്നെ എങ്ങനെയല്ലെന്ന്? സത്യം കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നത് ഞാൻ അങ്ങ് പറയും. ഇപ്പൊ തന്നെ നീ എന്താ പറഞ്ഞത്? സഹോദരിക്ക് അർഹതപ്പെട്ടതെന്ന്. അപ്പൊ അർഹതപ്പെട്ടാണ് നിനക്ക് തന്നെ അറിയാം. നിന്റെ മനസ്സിലുള്ളതല്ലേ നീ പറഞ്ഞത്? എന്റെ മനസ്സിൽ ഇത് മാത്രമല്ല ഏട്ടാ, വേറെ പല കാര്യങ്ങളും ഉണ്ട്. ഏട്ടൻ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ വല്ല അറിയണ്ട? എന്ത് കുടുംബശ്രീയില് അവിടെ നടന്ന് ചേച്ചി എന്നെ പറ്റി എന്തൊക്കെയാണെന്നറിയോ പറയണത്? ഏട്ടൻ അത് വല്ല അറിഞ്ഞാ? ഇല്ലല്ലോ. അവിടെ ഉള്ള കുറെ പെണ്ണുങ്ങളുമായിട്ട് ചേച്ചി വഴി നീളെ നടക്കുവാണ്. അവർക്ക് ജ്യൂസ് മേടിച്ചു കൊടുക്കുന്നു, ഷേക്ക് വാങ്ങിച്ചു കൊടുക്കുന്നു. എന്തിന്? അവരെയൊക്കെ ചേച്ചിയുടെ വശത്തോട്ടാക്കാനായിട്ട്. ഇതൊന്നും ഞാൻ അറിയുന്നില്ലെന്നാ ചേച്ചിയുടെ വിചാരം. ഞാനിതെല്ലാം അറിയുന്നുണ്ട്. അവൾ അങ്ങനെ പറഞ്ഞ അങ്ങനെ ചെയ്തവള് വിശ്വസിക്കത്തില്ലല്ലേ? അല്ല അങ്ങനെ ചെയ്തെങ്കിൽ ചോദിക്കണമല്ലോ. മോശമല്ലേ? അയ്യോ ചോദിക്കും. ഞാൻ പറയണ കാര്യങ്ങളൊക്കെ ഏട്ടൻ പിറ്റേ ദിവസം പോയി ചോദിക്കുമല്ലേ? അങ്ങനല്ലേ? ഇതും മോശമല്ലേ? ഇങ്ങനെ നിന്നെ പറ്റി മോശം മോശമാണല്ലോ. ചോദിക്കുന്നല്ല. എനിക്കൊരു കാര്യം അറിയാം. ഏട്ടൻ എപ്പോഴും ഏട്ടന്റെ പെങ്ങള് മക്കളെല്ലാം ഏട്ടനും 1-ാം തരം, ഞങ്ങളൊക്കെ അങ്ങ് 7-ാം കുല്ലുകള്. എന്തൊക്കെയാണ് നീ പറഞ്ഞത്? അതെ, എനിക്കൊന്ന് ഉറങ്ങണം മനസ്സമാധാനത്തോടുകൂടി. ഞാൻ മനസ്സമാധാനത്തോടുകൂടി അല്ല ഉറങ്ങുന്നത്, കുറച്ച് ഉറങ്ങണമല്ലോ അതിന് വേണ്ടിട്ട്. കിടന്ന് ഉറങ്ങാൻ നോക്ക്. രാവിലെ പെങ്ങളെ ഒരുക്കി കെട്ടി കൊണ്ടുപോകണ്ടേ? പെങ്ങൾ ഇങ്ങനെ മൊമെന്റ് വാങ്ങിക്കുമ്പോഴുണ്ടല്ലോ അങ്ങനെ സൈഡിൽ നിൽക്കുന്നത് ഒരു ക്രെഡിറ്റ് ആണ്. ചെല്ലി പോ. ഇത് എന്തറിഞ്ഞിട്ടാണ് ഈ പറഞ്ഞത്? എടി അവള് പറഞ്ഞതിൽ കുറച്ച് ന്യായം ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ അവളെ സൈഡിൽ നിന്നത്. ഇപ്പൊ അവൾ പറയുന്നത് തെറ്റാണെന്ന് മനസ്സിലായി. അപ്പൊ ഞാൻ അവളോട് ചോദിക്കാന്നും പറഞ്ഞു. ഇതേ ഒരു കാര്യം, നീ അല്ലേ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്? നീ എന്താ മനസ്സിലാക്കാത്തത്? ഞാൻ ഇവിടെ കിടക്കണ അത് ഇറങ്ങി പോകണം. ഇതൊക്കെ ഇവിടെയാണോ ഇടുന്നത്? എല്ലാം അതെ കാലൊറ്റക്കാലയിൽ ഇങ്ങനെ നിക്കുവാണ്. വരച്ചു തരണ്ടേ? വരയ്ക്കണത് പിന്നെ ആരാ? നേടില്ലേ? ഒന്ന് വരച്ച നേടി. അവള് വരച്ചു. അവള് വരയ്ക്കണ പോലെ അല്ല, നീ വരയ്ക്കണ പോലെ ഇങ്ങനെ വരാൻ. താഴെ എഴുതിയിട്ടുണ്ട് കേട്ടോ, മേളില് മാത്രം. വാടിച്ചോ, വാടാത്തരല്ല വരക്കുന്നത്. കണ്ണടച്ചൂടി. തെറ്റിക്കല്ലേ? ഇല്ല, ഏട്ടനല്ലേ ചേച്ചിയോട് എന്താ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞത്? അങ്ങോട്ട് ചോദിക്ക്. അടക്ക്. എന്നാടാ പറടാ. എന്നാ ചോദിക്കാനുള്ള? എന്തോ ചോദിക്കാൻ അവളിപ്പോ ഒരു സ്ഥലത്ത് ഇറങ്ങാൻ നിൽക്കല്ലേ? നീ വരച്ച അവനൊന്നും ചോദിക്കാനില്ല. ഇതേ
ഈ ബ്ലൗസ് ഇതിന് ചേരണ്ടോ? ഈ ബ്ലൗസിന് ചേരണ്ടോ അമ്മേ? നന്നായിട്ട് വരുന്നുണ്ടല്ലേടാ? ഉണ്ടോ? ആ മതി മതി, ഇണക്കക്കുറവുണ്ടോ? ആ എന്ത് ആണല്ലേ? നല്ല സുന്ദരിയായിട്ട്. ശരിയായോ? ഒന്ന് ഊതിക്കേ. കുഴപ്പമില്ല, അതിന് ചിലപ്പോ കണ്ണുറക്കുമ്പോഴേ ഇതാവും. ഞാൻ ഊതിത്തരാം. ഇത് കാറ്റും വേണ്ടിട്ടല്ലോ. ഇവിടെ ചെന്ന് നീണ്ടിട്ടില്ല. അല്ല മമ്മി, ഇവിടെ ശരിയാ. പിന്നെ ദേ ഇതിന് പറ്റിയ കമ്മലുണ്ടോ? ഇതിപ്പോ ഈ സ്വർണ്ണ കമ്മൽ ഈ മഞ്ഞയോ മജന്തയോ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. അല്ല, ഇത് കൊള്ളാം. നന്നായിട്ടുണ്ട്. ഏട്ടാ നേരം വെളുക്കുമ്പോ എന്തോ കാര്യം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ ചേച്ചിയോട്? ചോദിക്കേട്ടാ. എന്തോന്നേടാ? ഏട്ടാ മുട്ടി നിൽക്കുവായിരുന്നല്ലോ ചോദിക്കാനായിട്ട്. എന്തുവാണ് എന്റെ കൈ ഒഴിഞ്ഞു കിടക്കുന്ന. എനിക്ക് തന്നെ ഇത് ചെറുതാ ചേച്ചി. അതൊക്കെ എന്റെ കൈ കയറി. എന്റെ കൈ നല്ലോണം ഒതുങ്ങണതാ കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ കേറത്തില്ല. കേറിയല്ലോ. ഇത് ഊരാൻ പറ്റത്തില്ല. ഇത് മുറിപ്പിക്കണം കടയിൽ കൊണ്ടുപോയി. ഊരാൻ പറ്റത്തില്ല. ആ ഇതെന്താ ഇവിടെ എല്ലാവർക്കും പറ്റിയേ? നിനക്ക് എന്നാടാ പറ്റിയേ? നിന്റെ ആരെങ്കിലും ചത്തോ? ഇങ്ങനെ അന്തപ്രാവേന്നും പറഞ്ഞ് നിക്കുന്ന. ഞാൻ ഇപ്പൊ എന്ത് വേണം? ഇവിടെ കൊണ്ട് തുള്ളണോ അതോ ഞാൻ പോണോ ഇവിടെ? നിന്നോട് ഇറങ്ങിപ്പോവാൻ ഞാൻ പറഞ്ഞോ? ഓ ഇറങ്ങിപ്പോണോന്ന്. ഞാൻ എന്തായാലും കുശുംബിയാണല്ലോ. ഞാൻ ദേ അവിടെ ചോറും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നോടുള്ള വാശിയും വഴക്കും ദേഷ്യവും ഒന്നും ഭക്ഷണത്തിനോട് കാണിക്കണ്ട. വയറ് നിറച്ചും കഴിക്കും. എനിക്ക് ആരോടും ഒരു ദേഷ്യവും ഇല്ല. ഇതിനാ അല്ല, ദേഷ്യം കാണിക്കാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? ഞാൻ വല്ല തെറ്റും ചെയ്തോ? എനിക്ക് അർഹതപ്പെട്ട എനിക്ക് അർഹതപ്പെട്ട ഒരു സാധനം എനിക്ക് തരണില്ല എന്ന് പറഞ്ഞപ്പോ ഞാനത് ചോദിച്ചു മേടിക്കുന്നു. ഇതിനകത്തിപ്പോ എന്താ അത്ര തെറ്റ്? അപ്പൊ അത്ര വലിയ തെറ്റാണെങ്കിൽ എന്നെ എല്ലാരും കൂടി അങ്ങ് തൂക്കി കൊന്നേക്ക്. നിക്ക് കണ്ണിന് വെള്ളക്കയായി. ആ ഇതാ ഞാൻ പറഞ്ഞത്. എന്റെ സായി ലില്ലിപ്പെണ്ണ് പറഞ്ഞ പോലെ അങ്ങോട്ട് ഞാനും അതേ പറഞ്ഞത്. എന്ത്? ഓ പെണ്ണ് പഞ്ഞോളൂ, ഞാനും അങ്ങ് പഞ്ഞോളൂ. ഞാൻ കണ്ടതാടാ നിന്റെ തനി സ്വഭാവം. ആ കേട്ടോ? എന്തോ ഇത് ലില്ലിപ്പെണ്ണിനാണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ കൊടങ്ങാവിളയിലോട്ട് വിളിക്കുന്ന, അപ്പുറത്ത് വിളിക്കുന്ന, ഇപ്പുറത്ത് വിളിക്കുന്ന, ലഡു വിതരണം ചെയ്യുന്ന. ഇപ്പൊ ഞാനാന്ന് അറിഞ്ഞപ്പോഴത്തേനും ദേ മരിച്ച വീടായി. ഞാൻ പോവാ. എന്റെ കാര്യത്തിന് എനിക്ക് പോകാതിരിക്കാൻ പറ്റുമോ? അവിടെ എന്താ ചേട്ടനല്ലേ എന്തോ കാര്യം ചേച്ചിയോട് ചോദിക്കണമെന്ന് പറഞ്ഞത്? ഇപ്പൊ ചോദിക്കണ്ടേ? എടി അവളൊരു നല്ല കാര്യത്തിന് ഇറങ്ങിയല്ലേ, മനസ്സൊഴിച്ച് പോണതിനാണ്. വന്നിട്ട് നമുക്ക് ചോദിക്കാമല്ലോ. അപ്പൊ ഏട്ടനല്ലേ പറഞ്ഞത് ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കേണ്ട സമയത്ത് തന്നെ ചോദിക്കണമെന്ന് പറയുന്നത്? അതിപ്പോ ചോദിക്കാൻ ശരിയല്ല. ചോദിക്കണ്ട. ചോദിക്കാലോ. എന്ത് ചോദിക്കാൻ? ഒന്നുമില്ല. അല്ല ഞാൻ പണിഞ്ഞ വണ്ടിയല്ലേ, മോശം വഴിയില്ല. ലൈറ്റ് എത്തിയ കത്തുന്നില്ല. ഇല്ല, അത് ഇപ്പുറത്തെ എന്റെ ഷാഡോ കത്തണം. അത് പോയടാ, അത് പോയി. ഈ മാസം 2 ബൾബാണ് മാറ്റിയിടുന്നേ. ചെമ്പി അത് 2 ബൾബ് മാറ്റി പറഞ്ഞാൽ മെക്കാനിക്കിന്റെ കുഴപ്പമില്ല. ഇത് അകത്ത് എന്തെങ്കിലും ഷോർട്ടേജ് ഉണ്ടെങ്കിൽ അത് ബൾബ് അടിച്ചു പോകും. ഒരെണ്ണം കൂടെ മാറ്റിയിട്ടാ പോരെ? അല്ല, അത് വീണ്ടും പോവില്ല. മാസം 6 ബൾബ് അടിച്ചിട്ട് എന്ത് ഇത്? മച്ചമ്പി ആദ്യം ഇത് ഫ്രണ്ട് ഒന്ന് ഇളക്കാൻ മച്ചമ്പി സമ്മതിക്കും. അല്ലാതെ ഞാൻ എങ്ങനെ ഈ ബാറ്ററി ഫ്രണ്ട് 2-3 പ്രാവശ്യം ഇളക്കിയാണല്ലോ. മച്ചമ്പി ഇത് ഷോർട്ടേജ് പിന്നെ വന്നതായിരിക്കും. ഷോർട്ടേജ് വരാതെ വണ്ടി നന്നാക്കാൻ പഠിക്കണം നമ്മള്. മറ്റേ ഷോർട്ടേജ് വരുന്ന മെക്കാനിക്കിന്റെ കുഴപ്പം കൊണ്ടതല്ല. വണ്ടി ചിലപ്പോൾ ചരിയുമ്പോഴോ വയർ അങ്ങോട്ടോ ഇങ്ങോട്ടോ കുരുങ്ങിയാലൊക്കെ ഞെരുങ്ങി അവിടെ ഷോർട്ടേജ് വരും. അപ്പൊ പെർമനന്റ് ഒന്നും ചെയ്യാൻ പറ്റൂല. എന്ത് പെർമനന്റ്? ഒന്നും കൂടെ ഒന്ന് അഴിച്ചു നോക്ക്. അത് മച്ചമ്പി സമ്മതിക്കത്തില്ല. ഞാൻ ചെയ്തിട്ട് പോകുമ്പോ ശരിയാവണ്ടേ? അഴിക്കും പണിയും ലൈറ്റ് വേണ്ടേ? ലൈറ്റ് വേണ്ടേ? വേണ്ടായിരിക്കും. ഞാൻ വേറെ എവിടെയെങ്കിലും കൊണ്ട് ശരിയായിക്കോളെ. ഈ റബ്ബർ വെട്ടാൻ പോകുമ്പോഴേ തലയിലേക്ക് ക്യാപ്പ് അത് പഠിച്ചു വെക്കാം. ഒരു അരമണിക്കൂർ എനിക്ക് വണ്ടി ആണ്. അരമണിക്കൂർ നിനക്ക് അമ്മ ഇവിടെ സമ്മ. ചില്ലറണ്ടാ? ഉണ്ട്. ഓ ഭയങ്കര തിരക്കായിരുന്നു. കണ്ടിട്ട് തന്നാ മതി. ബാ ഇങ്ങോട്ട്. 2024-25 മികച്ച കുടുംബശ്രീ സെക്രട്ടറി ലില്ലി കനകൻ. ഇതെങ്ങനെടി?
അപ്പൊ അച്ഛാ. അപ്പൊ തങ്കച്ചേട്ടത്തിന്റെ പേരിലുള്ള അവാർഡ് അവിടെ നീയല്ലേ പറഞ്ഞത്? ചേച്ചിയുടെ പേരിലേ വെക്കേണ്ടത്. അവിടെ ചെന്നപ്പോഴേ എനിക്കൊരു കുറ്റബോധം തോന്നി. അപ്പൊ ഞാൻ പറഞ്ഞു ലില്ലിക്ക് തന്നെ കൊടുത്തോളാൻ പറഞ്ഞു. ഇത്ര പെട്ടെന്ന് ഇങ്ങ് എഴുതി കിട്ടിയ ഏടാ ഇതൊക്കെ എത്ര ദിവസം മുമ്പേ അവർ ഒട്ടിച്ചു വെക്കുന്നേ. നീ കാര്യം പറയടി. സത്യം പറയേച്ചി, എന്നോട് ആ സാറ് ഉറപ്പ് പറഞ്ഞായിരുന്നു എനിക്ക് തരാന്ന്. അവാർഡ് തരാമോ? അപ്പൊ ഞാൻ ഇതിന്റെ ഇത് വിളിച്ചു നിന്റെ പേര് വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്കും എന്റെ പേര് ആരും വിളിച്ചില്ല. ഇല്ലയുടെ പേരാണ് വിളിച്ചത്. അല്ല അപ്പൊ ചേച്ചി ജയചന്ദ്രൻ സാറോട് സംസാരിച്ചെല്ലാം ഓക്കെ ആക്കിയതാണല്ലോ. ചേച്ചിയാണ് 8 മാസം സെക്രട്ടറി ആയിട്ട് ഇരുന്നത്, ലില്ലി 4 മാസം ഇരുന്നോളെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തന്നെ തരണമെന്നൊക്കെ. ആ ദുഷ്ടൻ അത് മറ്റവരോട് പറയാൻ മറന്നു. അയാൾ ഉണ്ടായിരുന്നു അവിടെ? എന്തായാലും ചേച്ചി പോയി വാങ്ങിച്ചതല്ലേ, എനിക്ക് വേണ്ട. ചേച്ചി തന്നെ എനിക്ക് വേണ്ട ചേച്ചി. എന്തായാലും ഞാനിത് സ്റ്റേജിൽ കയറി വാങ്ങിച്ചില്ലല്ലോ. അല്ല എന്നെ അവര് കൈയടിച്ച് അംഗീകരിച്ചായിരുന്നു. അല്ല എന്നാലും ചേച്ചി അല്ലേ കയറി വാങ്ങിച്ചത്. അപ്പൊ ലില്ലി നിനക്ക് കനകന്റെ ഒരു വേണ്ടി എടീ, നിനക്ക് വേണ്ടി അവള് വാങ്ങി. ആ അങ്ങനെ കരുതിയാ മതി. നീ തന്നെയാണ് സെക്രട്ടറി. സന്തോഷമായില്ലേ? മതി, ഇനി അവളെ വിഷമിപ്പിക്കല്ലേ. ലില്ലി കനകൻ എന്നുള്ള പേരിലുള്ള ഒരു മൊമെന്റോ ചേച്ചിയുടെ വീട്ടിലിരിക്കട്ടെ. ഇടക്കിടക്ക് കണ്ടോണ്ടിരിക്കാല്ലോ. കണ്ടാ, ഇതാണ് എല്ലാം ദൈവം കാണുന്നുണ്ടെന്ന് പറയുന്നത്. സത്യം. അർഹതയുള്ളവനെ തേടി അംഗീകാരം കയ്യിലേക്ക് എത്തും. ഇടുക്കി കേട്ടിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. സന്തോഷത്തിൽ ഇച്ചിരി പായസമൊക്കെ വെച്ചിട്ട് ഞാൻ സത്യത്തിന്റെ കൂടെ ആടി. എന്നാലും പാവം അമ്മ. കൺഗ്രാചുലേഷൻ. ലില്ലി കനകൻ. Audience.